കായംകുളം എരുവാക്കിഴക്ക് തിരുവമ്പാടി നവനീത ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലെ ഭാഗവത സപ്താഹയജ്ഞത്തിന് തുടക്കമായി. ഇതിന്റെ ഭാഗമായി ആദരണീയ സഭ നടത്തി. കായംകുളം എരുവകിഴക്ക് തിരുവമ്പാടി നവനീത ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ മഹാഭാഗവത സപ്താഹയജ്ഞത്തിന് തുടക്കമായി. 20-ാം തീയതി വരെയാണ് യജ്ഞം നടക്കുക. ചടങ്ങുകൾക്ക് ക്ഷേത്രതന്ത്രി കിഴക്കേ പുല്ലാമ്പടിയില്ലം സുബ്രഹ്മണ്യൻ നമ്പൂതിരി, ക്ഷേത്ര മേൽശാന്തി വെല്ലമ്പാടിയില്ലം വാസുദേവൻ നമ്പൂതിരി, യജ്ഞാചാര്യൻ മധു മുണ്ടക്കയം തുടങ്ങിയവർ മുഖ്യ കാർമ്മികത്വം വഹിച്ചു. ഭാഗവത സപ്താഹയജ്ഞത്തിന് തുടക്കം കുറിച്ചുകൊണ്ട് ആദരണീയ സഭ സംഘടിപ്പിച്ചു. യജ്ഞാചാര്യൻ മധു മുണ്ടക്കയം രാധേശ്യാം മഹായജ്ഞ മാഹാത്മ്യ പ്രഭാഷണം നടത്തി. ക്ഷേത്രം പ്രസിഡന്റ് KN പ്രഭാകരൻ അധ്യക്ഷനായി. 2025 ജനുവരി 13-ാം തീയതി നടക്കുന്ന ആദരണീയ സഭയിൽ പങ്കെടുക്കാൻ സന്നിഹിതരായിരിക്കുന്ന എല്ലാ സജ്ജനങ്ങളെയും ക്ഷേത്രഭരണസമിതി പ്രസിഡന്റ് എന്ന നിലയിൽ ക്ഷേത്ര സന്നിധിയിലേക്ക് ഭഗവാൻ നാമത്തിൽ സാദരം ക്ഷണിച്ചുകൊള്ളുന്നു. നവനീത ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലെ 21ാമത് ശ്രീമദ് ഭാഗവത യജ്ഞത്തിന് പങ്കെടുക്കാനെത്തിയ ഭാഗവതപത്മം ശ്രീ മധുമുണ്ടക്കയം അവറുകൾ, യജ്ഞപൗരാണികൾ, ക്ഷേത്ര രക്ഷാധികാരിയും ഈ പ്രദേശത്തെ മുതിർന്നവരുടെ ഗുരുപൂജ്യനുമായ ശ്രീ PG ശിവരാമൻ നായർ സാർ അവറുകളും, ക്ഷേത്രഭരണസമിതി സെക്രട്ടറി ശ്രീ കൈരളികുമാർ, ക്ഷേത്ര മേൽശാന്തി വെല്ലമ്പടിയില്ലം ബ്രഹ്മശ്രീ വാസുദേവൻ നമ്പൂതിരി വിശ്വാസികൾക്കും ഭഗവാന്റെ നാമത്തിൽ ആശംസകൾ നേരുന്നു. ജനുവരി 14-ാം തീയതി മുതൽ നടക്കാനിരിക്കുന്ന സപ്താഹയജ്ഞത്തിനും ഈ പ്രദേശവാസികളുടെ ചിരകാലാഭിലാഷമായ ചുറ്റമ്പല നിർമ്മാണത്തിനും യഥാവിധി സഹായ സഹകരണങ്ങൾ ചെയ്ത് ഈ സംരംഭം വിജയിപ്പിക്കുന്നതിന് ഭഗവത് നാമത്തിൽ അഭ്യർത്ഥിച്ചുകൊണ്ട് ക്ഷേത്രം സെക്രട്ടറി V കൈരളികുമാർ സ്വാഗതം പറഞ്ഞു. വെല്ലമ്പാടിയില്ലം വാസുദേവൻ നമ്പൂതിരി അനുഗ്രഹ പ്രഭാഷണം നടത്തി. ക്ഷേത്രം രക്ഷാധികാരി PJ ശിവരാമൻ നായർ ഉദ്ഘാടനം നിർവഹിച്ചു. ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്, ഇതെല്ലാം കാര്യങ്ങളുണ്ടായിട്ടുണ്ട്. 1965 ഫെബ്രുവരി 25-ാം തീയതി തുടങ്ങിയ പ്രവർത്തനമാണ്. അന്നെല്ലാം ഇവിടെ ഒരു ചെറിയ കൂരയുണ്ട്, താമസമുണ്ട്. നമ്മുടെ ഖജാൻജി സുധാകരൻ്റെ കുടുംബം താമസിച്ചിരുന്ന വീട് മാത്രമാണുള്ളത്. ഈ പരിസരത്തൊക്കെ ആളുകളുണ്ടെങ്കിലും അവർക്ക് ജീവിക്കാൻ തന്നെ പ്രയാസമാണ്. മറ്റൊന്ന്, ക്ഷേത്രം വൈസ് പ്രസിഡന്റ് S ശ്രീജേഷ്, ക്ഷേത്രം ട്രഷറർ N സുധാകരൻ, ക്ഷേത്രം ജോയിന്റ് സെക്രട്ടറി G അജയകുമാർ പാർത്ഥസാരഥി, ക്ഷേത്രം ജോയിന്റ് സെക്രട്ടറി സന്തോഷ് കുമാർ വെങ്ങോലിൽ തുടങ്ങിയവർ സംസാരിച്ചു. ക്ഷേത്രം മാതൃസമിതി രക്ഷാധികാരി ലക്ഷ്മി ദേവി കൃതജ്ഞത പറഞ്ഞു. നിരവധി ഭക്തജനങ്ങൾ ചടങ്ങിൽ പങ്കെടുത്തു. CDNet ന്യൂസ്, കായംകുളം.